Hi all, welcome for Daily Life English Speaking Course. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സുസ്വാഗതം. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടൊപ്പമുള്ള ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് റെഗുലറായിട്ട് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് റെഗുലറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത്, റെഗുലറായിട്ട് സ്പീഡിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ അതിന് നമ്മുടെ ക്ലാസ്സുകൾ മറക്കാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടുകാരെയും മറ്റും എല്ലാവരെയും നമ്മുടെ ചാനലിനെക്കുറിച്ച് അറിയിക്കുക. നമുക്ക് അതിവേഗം ഇംഗ്ലീഷ് സംസാരിച്ച് മുന്നോട്ട് നീങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, എന്താണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ ചെറുതായിട്ട് ചെറിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറയുകയുണ്ടായി. അതിന് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കുവാണ്. ഹലോ, ഹൗ ആർ യു എന്ന് ഞാൻ പറഞ്ഞു. ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ഹായ് സൂസൻ, ഹൗ ആർ യു, വേർ ആർ യു, വാട്ട് ആർ യു ഡൂയിങ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒരാളെക്കുറിച്ച് പ്രാഥമികമായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞു വരേണ്ട കാര്യങ്ങൾ. ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടൈം ഡ്യൂറേഷന് ശേഷം നമ്മൾ കാണുമ്പോൾ, അങ്ങനെ പറയുമ്പോഴുള്ള വ്യത്യാസങ്ങളുണ്ട്. ഒരാളെ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ ലൈഫിൽ ആദ്യമായി കാണുമ്പോൾ പറയുന്നത് പോലെയല്ല ഒരാളെ കണ്ടതിന് ശേഷം പിന്നീടൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് തന്നെയല്ല, ഇംഗ്ലീഷിൽ പറയുന്ന പോലെ അല്ല നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇംഗ്ലീഷിലെ ഭാഷാ രീതിയും സംഭാഷണ രീതിയുമല്ല നമ്മൾ മലയാളത്തിൽ അനുവർത്തിക്കുന്നത് പോലെയല്ല നമ്മൾ ഇംഗ്ലീഷിൽ അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ നമുക്ക് ചില ആചാര മര്യാദകളുണ്ട്. ഒരാളെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് അത് നമ്മൾ ശീലമാക്കുക. ഞാൻ മുൻപും പറഞ്ഞിരുന്നു, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ രാവിലെയാണെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുക, ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുക, വൈകുന്നേരമാണെങ്കിൽ ഗുഡ് ഈവനിങ് പറയുക, രാത്രിയാണെങ്കിൽ ഗുഡ് നൈറ്റ് പറയുക. അതുപോലെ തന്നെ നമ്മൾക്ക് എത്ര ചെറിയ സഹായം ചെയ്തു തന്നു കഴിഞ്ഞാലും അയാളോട് നമ്മൾ താങ്ക് യു പറയാൻ ശ്രമിക്കുക. പിന്നെ അതുകൂടാതെ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, യു ഷുഡ് ഓൾവേസ് സേ സോറി സർ. പിന്നീട് നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. നമ്മളൊരാളോട് ഓവർ ടെലിഫോണിൽ ഉള്ള സംഭാഷണത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ പറയേണ്ടത് ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ റോയി പ്ലീസ്. അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പൊളൈറ്റായിട്ട് വിനയത്തോട് സംസാരിക്കുന്ന ഒരാളെ എല്ലാവരും ഇഷ്ടപ്പെടും. അത് ഏത് ഭാഷ എന്നുള്ളതല്ല, ഏത് ഭാഷയാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വിനയാന്വിതനായി സംസാരിക്കുക. അത്തരത്തിലുള്ള ഭാഷ, വിനയത്തിനും റെസ്പെക്റ്റിനും ധാരാളം പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു ഭാഷ കൂടിയാണ് നമ്മളുടെ മനോഹരമായ ഇംഗ്ലീഷ് ഭാഷ. അപ്പോൾ നമ്മൾ ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മൾ മിസ്റ്റർ ചേർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ മിസ്സസ് ചേർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വിളിക്കുമ്പോൾ സർ എന്ന് പറയുക, അല്ലെങ്കിൽ മേഡം എന്ന് പറയുക. ഞാൻ മുൻപ് സൂചിപ്പിച്ചു, നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ 10 വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ US അല്ലെന്നുണ്ടെങ്കിൽ UK നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ബസ്സിൽ കയറി നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴേക്കും നമ്മൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് വാങ്ങുന്ന ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരും കണ്ടക്ടറെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും താങ്ക് യു സർ. നമ്മളാണെങ്കിൽ നമ്മളൊരു ബസ്സിൽ കയറി ടിക്കറ്റ് കൊടുത്ത കണ്ടക്ടർ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ച് നോക്കിയിട്ട് അത് നമ്മൾ എന്ത് രീതിയിലാണ് അയാളെ ഇത് പറയുന്നത്. അപ്പം നമ്മളൊരു 10 രൂപ കൊടുത്തിട്ട് 9 രൂപ ടിക്കറ്റ് 1 രൂപ ബാക്കി തന്നില്ലെങ്കിൽ എൻ്റെ 1 രൂപ എവിടെ തരും, എൻ്റെ 1 രൂപ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നത് വരെ അയാളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മളുടെ ക്യാരക്ടർ. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾക്ക് ടിക്കറ്റ് തരാൻ ബാലൻസ് ഉണ്ടെങ്കിൽ സർ മൈ ബാലൻസ് പ്ലീസ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി, വളരെ വിനയത്തോടു കൂടിയിട്ടാണ് അവർ പറയുന്നത്. നമ്മൾ കണ്ടക്ടർക്കിട്ട് ഐ എം സോറി ടു സേ ദിസ് വൺ, നമ്മൾ കണ്ടക്ടറെ അടിക്കുന്നത് പോലെയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഇതാണ് ഇംഗ്ലീഷ് ആചാര രീതികളും ഇംഗ്ലീഷ് സംസ്കാരവും നമ്മളുടെ സംസ്കാരം, അതായത് സംഭാഷണത്തിൻ്റെ ആ രീതികളും തമ്മിലുള്ള വ്യത്യാസം. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ നമ്മളെ വളരെയേറെ പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് എത്രമാത്രം ക്രൂരവും ഭയാനകവുമായിട്ടുള്ള ഓരോ സംഭവ വികാസങ്ങളാണ് നമ്മുടെ ഇവിടെ അരങ്ങേറിയത്. പക്ഷേങ്കിൽ അവർ കഴുത്തിറക്കുമ്പോൾ അവർ പറയും സർ ഐ എം ഗോയിങ് ടു കിൽ യു.
അവിടെയും അവരെന്താണ് പറയുന്നത്, നമ്മളോട് സർ എന്ന് ചേർത്തിട്ടാണ് അവർ നമ്മളോട് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രയോഗിക്കുമായിരിക്കും. ജസ്റ്റ് ഞാനിത് സന്ദർഭവശാൽ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പ്രയോഗിക്കുമ്പോൾ, ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുക, നമ്മൾ അവരന് റെസ്പെക്റ്റ് കൊടുക്കുക. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. എന്താണ് ഗീവ് എന്ന് പറഞ്ഞാൽ നൽകുക, ടേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് വാങ്ങുക. ഗീവ് റെസ്പെക്റ്റ്, നമ്മൾ 5 രൂപ നമ്മൾ കടയിൽ കൊടുത്താൽ നമുക്ക് 5 മിഠായി ലഭിക്കും ഇല്ലേ. നമ്മൾ എന്തെങ്കിലും കൊടുത്താലാണ് നമുക്ക് റിട്ടേൺ ലഭിക്കുക. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്താൽ ഒബിയസ്ലി നമുക്ക് എന്താ തിരിച്ച് കിട്ടുക, വിൽ ഗെറ്റ് റെസ്പെക്റ്റ്. നമുക്ക് റെസ്പെക്റ്റ് നമുക്ക് തിരിച്ച് കിട്ടും. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന നമ്മുടെ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ എല്ലാ ആൾക്കാരും വളരെ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കണം. ഇംഗ്ലീഷ് ഭാഷയുടെ ആചാര മര്യാദകൾ പാലിക്കുവാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, അഹങ്കാരത്തോട് പറയാൻ സാധിക്കും. ഒരാൾ അങ്ങനെ പറയുമ്പോഴത്തേനും, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് പഠിച്ച ആളാണ്, നോക്കൂ എൻ്റെ സംഭാഷണം എത്രയേറെ പൊളൈറ്റാണ്. ശരിയല്ലേ, നമ്മളങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ തന്നെ നമ്മളൊരാളോട് സംസാരിക്കുമ്പോഴത്തേനും വളരെ വിനയത്തോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ, അദ്ദേഹത്തെ സർ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എൻ്റെ തെറ്റുണ്ടായി നമ്മൾ സോറി സർ എന്ന് പറയുമ്പോഴേക്കും, നമുക്ക് എന്തെങ്കിലും അദ്ദേഹം ചെയ്തു തന്നാൽ നമ്മൾ താങ്ക് യു സാർ, ഒന്നും ചെയ്തു തന്നില്ലെങ്കിൽ തന്നെ അയാളുടെ സംഭാഷണം നിർത്തിയിട്ട് നമ്മൾ പോകുമ്പോൾ താങ്ക് യു സാർ, ഹാവ് എ ഗ്രേറ്റ് ഡേ സാർ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു വേവ് ലെങ്ത് ഉണ്ടാവുകയാണ്, നമ്മളും അപരനും തമ്മിൽ. അത് സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു വേവ് ലെങ്താണത്. അത് നമുക്ക് ഭാഷയിൽ കൂടി ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ ഭാഷയിൽ കൂടി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് നന്നായിട്ട് വി ഷുഡ് സ്പീക്ക് വെൽ ഇൻ ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കണം. പക്ഷേ ഇതെന്തൊക്കെ മലയാളത്തിൽ സംസാരിച്ചാലും സാധിക്കുമല്ലോ സർ എന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം, തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ അത് സന്ദർഭങ്ങളുണ്ട് അതിന്. നമുക്ക് മലയാളം അറിയുന്ന ഒരാളോടല്ലേ നമുക്കിങ്ങനെ സരസമായിട്ടും സരളമായിട്ടും സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം മലയാളം അറിയാത്ത ഒരാളോട് നമ്മൾ എങ്ങനെ സംസാരിക്കും? ഒരാൾക്ക് ഇംഗ്ലീഷിൽ നമുക്ക് മറുപടി പറയേണ്ട സാഹചര്യമാണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ മാത്രം നമ്മൾ സംസാരിക്കേണ്ടി വരും. നമുക്ക് അതിനായിട്ടാണ് ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എൻ്റെ ക്ലാസ്സുകളും സെഗ്മെൻറ്റുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു, പേരൻസിനോടാണ്. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം മുതൽക്കേ അവരോട് ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് കാണാൻ പറയുക. ചെറിയ ചെറിയ വാക്കുകൾ, ചെറിയ ചെറിയ അനുഭവങ്ങൾ, ചെറിയ ചെറിയ സെഗ്മെൻറ്റുകൾ അവർ മനസ്സിലാക്കട്ടെ. എങ്ങനെ ഒരു വാക്ക് എങ്ങനെ പ്രയോഗിക്കാം, ഒരാളൊരു കാര്യം പറഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ താങ്ക് യു പറയണം, ഏതൊക്കെ സന്ദർഭത്തിൽ നമ്മൾ സോറി പറയണം, എപ്പോഴൊക്കെയാണ് നമ്മൾ ഒരാളോട് ഗ്രീറ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അനർഗളമായി സംസാരിക്കുന്നതിന് ഉപരിയായിട്ട് അപരന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കുവാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കുറേയേറെ കഥകൾ ഞാൻ പറഞ്ഞു. എന്നും നമുക്ക് കുറച്ച് കഥകൾ കേൾക്കണം. പഠനം മാത്രമായി കഴിഞ്ഞാൽ ശരിയാകില്ലല്ലോ. അപ്പം ഈ കഥകളുമായി നമുക്കങ്ങ് ലിങ്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ കഥകളും നമുക്ക് മനസ്സിലാവും, അതിനകത്തെ കാര്യവും നമുക്ക് മനസ്സിലാവും. ഇന്ന് ഞാൻ പറയുന്നത് വാട്ട് ആണ്. വാട്ട് എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. വാട്ട് മീൻസ് വാട്ട്? വാട്ട് മീൻസ് എന്ത്? വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് എന്നാണ്. ഞാൻ പ്രീവിയസ് ഒരു ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി വാട്ട് എന്നുള്ള കാര്യം എപ്പോഴേ എങ്ങനെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്. എന്താണ്, ഇതെന്താണ്, ഇതിങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു വാക്ക് നമ്മൾ ധാരാളം പ്രയോഗിക്കുന്നുണ്ട്. ശരിയല്ലേ? നമ്മളൊന്നും ആലോചിച്ച് നോക്കി, എത്ര പ്രാവശ്യം നമ്മൾ വാട്ട് ഉപയോഗിക്കുന്നുണ്ട്? സോ മെനി ടൈംസ്, ഇതിൻ്റെ നമ്മുടെ ജീവിതത്തിൽ വി ആർ യൂസിങ് സോ മെനി ടൈംസ് ദ വേ വാട്ട്. അപ്പം നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ്? വാട്ട് ഈസ് വാട്ട്? വാട്ട് ഈസ് വാട്ട് മീൻസ് അത് അങ്ങനെ പറഞ്ഞാൽ എന്താണ് വാട്ട്? വാട്ടിൻ്റെ അർത്ഥം എന്താണ്? വാട്ടിൻ്റെ അർത്ഥമാണ് എന്ത്. എന്ത് എന്ന് പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ വാട്ട് ഉപയോഗിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞേ, സിമ്പിൾ എക്സാമ്പിൾ. ടെൽ മീ. യെസ്, കം ഓൺ. ദാറ്റ്സ് കറക്റ്റ്. വാട്ട് ഈസ് യുവർ നെയിം? ഇതിൻ്റെ നമുക്ക് ആദ്യം വരുന്നത് വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേര് എന്താണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എന്താണ് എന്ന്, നിൻ്റെ പേര് എന്താണ്, എന്ത്. വാട്ട് ഈസ് ദിസ്, ഇത് എന്താണ്. നിൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് യുവർ നെയിം. വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേര് എന്താണ്. വാട്ട് ഈസ് ദിസ്, ഇതെന്താണ്. മനസ്സിലായില്ലേ? വാട്ട് ഡു യു ഡു? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ഡു യു ഡു, നീ എന്ത് ചെയ്യുന്നു. വാട്ട് ആർ യു ഡൂയിങ് മീൻസ് നീ എന്ത് ചെയ്യുന്നു. അപ്പോൾ അവിടെ വാട്ടിൻ്റെ പ്രയോഗം കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ വാട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
എന്ത് എന്നുള്ള വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്തങ്ങ് മാറ്റിയിട്ട് അവിടെ വാട്ട് അങ്ങ് ചേർത്ത് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് ഒരു വാക്കാണ് അറിയാമെങ്കിൽ ആ സെൻറ്റൻസിൽ നമ്മൾ ആ ഒരു വാക്ക് തിരികെ കയറ്റുക. ബാക്കി 5 വാക്കുകൾ നമുക്ക് പിന്നെ പഠിക്കാം. ഒരു വാക്ക് വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേരെന്താണ്, അവിടെ നമ്മൾ വാട്ട് മാത്രം പ്രയോഗിച്ചേ. വാട്ട് പേരെന്താണ്, പേര് വാട്ട് നെയിം, അത്രയും നമുക്ക് ചോദിക്കാമല്ലോ. മറ്റേ ചേച്ചി നമുക്കൊരു സെൻസ് ഇല്ലാണ്ടായിപ്പോൾ വാട്ട് നെയിം നമുക്ക് ഒരാളെ കണ്ട്, നമ്മളിപ്പോൾ ധാരാളം ബംഗാളികളും അവരവരൊക്കെ നമ്മുടെ ഹിന്ദിക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ തുമാര നാം ക്യാ ഹേ ഭയ്യ എന്നൊക്കെ നമ്മൾ ചോദിക്കാം നമുക്ക്. പക്ഷേ അത്ര നമ്മൾ ചോദിക്കണ്ട. വാട്ട് നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എന്താണ് പേര്, ശരിയല്ലേ? അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു സേ, വാട്ട് യു സേ, നീ എന്താണ് പറഞ്ഞത്, അതൊക്കെ നമുക്ക് പറയത്തില്ലേ. അപ്പോൾ ഒരു ജോലിയെക്കുറിച്ച് വാട്ട് വർക്ക്, അപ്പോൾ ആ വാട്ട് വർക്ക് എന്നുള്ളത് ഷോർട്ട് ഫോമാണ്. പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെ ലെങ്തി നമുക്കറിയാം വാട്ട് ഈസ് ദ വർക്ക്, വാട്ട് കൈൻഡ് ഓഫ് എ വർക്ക്, അതൊക്കെ ആയിരിക്കും ശരിയായിട്ടുള്ള ആക്ച്വൽ ഫോംസ്. പക്ഷേ നമുക്ക് അത്രയും നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്ത് ചോദിക്കാം, വാട്ട് വർക്ക്, എന്ത് വർക്കാണ്. വാട്ട് ടൈം, വാട്ട് ടൈം മീൻസ് വാട്ട് ഈസ് ദ ടൈം നൗ, അതിന് ഷോർട്ട് ഫോമാണ് വാട്ട് ടൈം. എന്താണ് സമയം, ഇപ്പോൾ സമയം എത്രയായി. വാട്ട് ടൈം നമുക്ക് പിന്നെ എന്താ ഷോർട്ട് ഫോമിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കും, അല്ലെ പറയാൻ സാധിക്കും. നമ്മളൊരു കാര്യം കണ്ടു, നമുക്ക് ഭയങ്കര മനോഹരമായിട്ടിരിക്കുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗതി, നമുക്ക് വാട്ട് എ പ്രിറ്റി, വാട്ട് എ ബ്യൂട്ടി. നമ്മൾ നല്ല പെങ്കൊച്ച് നടന്നു പോവുകയാണ്. അപ്പം നമുക്ക് പറയണം, അയ്യോ അവൾ വളരെ സുന്ദരിയായ പെൺകുട്ടിയാണല്ലോ എന്ന് പറയണമെന്നുണ്ട്. നമുക്ക് അങ്ങനെ പറയണം. നമ്മുടെ സ്നേഹിതം നമ്മുടെ ഒപ്പം ഉണ്ട്, നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അവനോട് നമുക്ക് പറയണം, എടാ ആ പോകുന്ന പെങ്കൊച്ചിനെ കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് പിന്നെ എത്ര സുന്ദരിയാണ് പെൺകുട്ടി. അപ്പം നമുക്ക് പറയാം വാട്ട് എ ബ്യൂട്ടി, അങ്ങനെ നമുക്ക് പറയാം. ഇവിടെ നോക്കൂ, എൻ്റെ സൈഡിൽ കണ്ടല്ലോ, നല്ല മനോഹരമായിട്ട്. ഇതൊരു പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ, ദിസ് ഈസ് ആൻ ഒറിജിനൽ, ദിസ് ഈസ് ആൻ ഒറിജിനൽ. യു സി ആൻ, വൈ ഐ യൂസ് ആൻ, ബിക്കോസ് ഒറിജിനലിൻ്റെ ഇവിടെ എന്താ വന്നത്, ഓ വന്നു, ശരിയല്ലേ? ഓ എന്താണ്, ഓ ഇസ് എ ഓവൽ, ദാറ്റ്സ് വൈ ജസ്റ്റ് ഐ യൂസ് ആൻ. ദിസ് ആൻ ഒറിജിനൽ പ്ലാന്റ്, ഇതൊരു ഒറിജിനൽ പ്ലാന്റ് ആണ്. വാട്ട് എ പ്രിറ്റി പ്ലാന്റ് ഇസ്ന്റ് ഇറ്റ്, എത്ര മനോഹരമായ പ്ലാന്റ് ആണ്. വാട്ട് ഫാന്റാസ്റ്റിക് പ്ലാന്റ് ഈസ് ദിസ്. നോക്ക്, ഹൗ മാർവലസ് ദ ലീവ്സ്, ലുക്ക് ലൈക്ക് എക്സാക്ട്ലി എ പ്ലാസ്റ്റിക് പ്ലാന്റ്, ലുക്ക് ലൈക്ക് എക്സാക്ട് എ പ്ലാസ്റ്റിക് പ്ലാന്റ്, ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് പോലെയുള്ള ബ്യൂട്ടിഫുൾ പ്ലാന്റ്. വാട്ട് എ ബ്യൂട്ടി, വാട്ട് എ പ്രിറ്റി പ്ലാന്റ്. അപ്പം ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് നമുക്ക് വാട്ട് ചേർത്ത് ഉപയോഗിക്കാം. വാട്ട് ടൈം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബാക്കി, ഒരാളൊരു കാര്യം പറഞ്ഞു, അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം വാട്ട് എൽസ്, ഇനി എന്തെങ്കിലും ഉണ്ടോ, വാട്ട് എൽസ്. മനസ്സിലായില്ലേ? അപ്പോൾ വാട്ട് നമ്മൾ പ്രയോഗിക്കുന്നത് എന്ത് എന്നുള്ള ഉപയോഗം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തുപയോഗിക്കണം, വാട്ട് എന്നുള്ള വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് ധാരാളം തവണ നമ്മൾ വാട്ട് എന്നുള്ള വരുന്നത്. വാട്ട് ഈസ് യുവർ, ഞാൻ പറഞ്ഞതുപോലെ വാട്ട് ടൈം, പിന്നെ വാട്ട് ടൈപ്പ്, വാട്ട് കൈൻഡ്, പിന്നെ ഇതുപോലെ തന്നെ വാട്ട് എ ബ്യൂട്ടി, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് വാട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സാണ്. ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളരെയേറെ സമയം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാട്ട് എന്നുള്ള വാട്ട്. വാട്ടിൻ്റെ സ്പെല്ലിംഗ് എന്താണ്, WHAT. ഇത് ബോർഡിൽ എഴുതേണ്ട, വൈറ്റ് ബോർഡിൽ എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി ഇത് നമ്മൾ കവർ ചെയ്ത ക്ലാസ്സാണ്. ഈ കവർ ചെയ്ത ക്ലാസ് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഞാൻ നിങ്ങളിലേക്ക് വന്ന് എത്തുന്നത്, ന്യൂ ആയിട്ട് റീസെൻ്റ്ലി ജോയിൻ ചെയ്ത നമ്മുടെ സ്റ്റുഡൻസ് ആൾക്കാരുണ്ട്. അവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അത് തന്നെയുമല്ല, നമ്മളൊരു കാര്യം 2-3 തവണ നമ്മളിങ്ങനെ കീപ്പ് ഓൺ നമ്മൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഉള്ളിലേക്ക് അത് വന്ന് അങ്ങ് സെറ്റാകും. അപ്പോൾ അങ്ങനെ സെറ്റായില്ല ഇതുവരെ, അത് സെറ്റായില്ലെങ്കിൽ സെറ്റാക്കൂ. അപ്പോൾ അങ്ങനെ സെറ്റാക്കാനായിട്ടാണ് ഞാൻ പറയുന്നത് വാട്ട് എന്നുള്ള വാക്ക് എന്ത് എന്നുള്ളതാണ് വാട്ടിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളം സ്ഥലത്ത് നമ്മൾ വാട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ഡു യു ഡു, പിന്നെ വാട്ട് എൽസ്, വാട്ട് ഈസ് ദ ടൈം, വാട്ട് കൈൻഡ്, അങ്ങനെയുള്ള ധാരാളം സ്ഥലത്ത് നമ്മൾ വാട്ട് ഉപയോഗിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് എന്നുള്ള വാക്ക് സ്ഥലം വരുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ വാട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ വാട്ട് എന്നുള്ളതിൻ്റെ അത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മുടെ കമ്മിങ് ക്ലാസ് ഞാനിങ്ങനെ ഈ കാര്യങ്ങൾ ഓരോരോ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനങ്ങ് കമ്പൽസറി ആയിട്ട് നിർബന്ധപൂർവ്വം ഞാനങ്ങ് കുത്തി കയറ്റുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾ മറന്നു പോകാതിരിക്കാനാണ്. വാട്ട് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഇത്രയും നിങ്ങൾ മനസ്സിലായല്ലോ. അത്രയും മനസ്സിലായാൽ മതി. ബാക്കി നമുക്ക് കമ്മിങ് ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം, നമ്മൾ ഒരാളെ സംസാരിക്കുമ്പോൾ, ഒരാളെ ഗ്രീറ്റ് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ കാണുമ്പോഴത്തേനും ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ് സന്ധ്യ, ഹൗ ആർ യു, വേർ ആർ യു, വാട്ട് ആർ യു ഡൂയിങ് നൗ,
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മൾ പ്രീവിയസ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ കൊണ്ട് അല്ല കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്ന കുട്ടികൾ നമ്മുടെ പഠിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ കേൾക്കാനായിട്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാരുണ്ട് അവർക്ക് ഒന്നുകൂടി മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ വീട്ടമ്മമാരൊക്കെ നമ്മുടെ ക്ലാസ് കേൾക്കുന്നുണ്ടായിരിക്കും. വളരെ ലളിതമായിട്ടുള്ള സംഗതികളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ വിഷ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരാളെ കാണുമ്പോൾ രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്കാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഈവനിങ് ആണെങ്കിൽ ഗുഡ് ഈവനിങ്, വൈകുന്നേരമാണെങ്കിൽ ഗുഡ് നൈറ്റ് നമ്മൾ പറയാൻ കമ്പൽസറി നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ നമ്മൾ കൊണ്ടുവരിക. വൈകുന്നേരം കിടക്കാൻ പോയി നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ് അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും കുഞ്ഞുങ്ങളും ഒക്കെ നമുക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ എല്ലാവരും പരസ്പരം എല്ലാവരും കാണുന്നതാണ്. എങ്കിൽ തന്നെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ സംസ്കാരം എന്താണ്? ഇംഗ്ലീഷിൻ്റെ സംസ്കാരം എന്താണ്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണം അമ്മ വിളമ്പി തരുമ്പോൾ നമ്മൾ അമ്മയോട് പറയും താങ്ക് യു മോം. നമ്മൾ ഒരിക്കലെങ്കിലും അമ്മയോട് പറയണ്ട അമ്മേ താങ്ക് യു അമ്മയെന്ന് പറയാറുണ്ടോ? നമ്മൾ പറയാൻ ശീലിക്കണം. അമ്മ നമുക്ക് സ്നേഹത്തോടു കൂടി ഷീ സെർവ് food with love. She is making food for us with love, with affection. നമുക്ക് എങ്ങനെയാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നത്? വെറുതെ അരി കഴുകിയിട്ട് പച്ചക്കറികൾ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നത് മാത്രമാണോ? അല്ല. ഷീ ഈസ് ആഡിങ് ലവ് ആൻഡ് അഫെക്ഷൻ. ദർ ഇസ് എ പാഷൻ ഓൾസോ. ഈ കുക്കിംഗ് എന്ന് പറയുന്നത് വെറുതെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കി വേവിച്ച് വെച്ചാൽ ഒരിക്കലും ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ആ ഭക്ഷണത്തിനകത്ത് എന്തുണ്ടാവണം? ലവ് ഉണ്ടാവണം. ലവ് മീൻസ് വാട്ട്? ലവ് മീൻസ് സ്നേഹം. അഫെയർ ഉണ്ടാവണം, അഫെക്ഷൻ ഉണ്ടാവണം, പാഷൻ ഉണ്ടാവണം. ദെൻ ദറ്റ് ഫുഡ് ഷുഡ് ബി ഗ്രേസ് ആൻഡ് ഗ്രേറ്റ്. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നല്ലത്. ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുല്യമായത്. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു ഭക്ഷണത്തിന് അമ്മ നമുക്ക് ഭക്ഷണം വിളമ്പി തരുമ്പോൾ, സ്നേഹത്തോടു കൂടി അമ്മ നമുക്കിത് വിളമ്പി തരുമ്പോൾ നമ്മൾ അമ്മയോട് സ്നേഹത്തോട് നോക്കി പറയണം അമ്മേ താങ്ക് യു, താങ്ക്സ് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എത്ര സന്തോഷമാകും. അപ്പം നമുക്കും സന്തോഷം ഉണ്ടാവില്ലേ? നമുക്ക് സന്തോഷമുണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മളൊരു വാക്ക് പഠിക്കുകയാണ്. ശരിയല്ലേ? നമ്മൾ താങ്ക് യു എന്നുള്ള വാക്ക് നമ്മൾ പ്രയോഗിക്കാൻ പഠിച്ചു. ആ താങ്ക് യു എന്നുള്ള വാക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോൾ ആ വാക്ക് ത്രൂ ദാറ്റ് വേ വി ആർ ഡിസ്ട്രിബ്യൂട്ടിങ് ലവ്, വി ആർ ഡിസ്ട്രിബ്യൂട്ടിങ് അഫെയർ, വി ആർ ഡിസ്ട്രിബ്യൂട്ടിങ് അഫെക്ഷൻ. isn't it? നമ്മളൊരു വാക്ക് നമ്മൾ അതാണ് ഇംഗ്ലീഷ് വാക്കുകളുടെ പ്രത്യേകത. അതാണ് മലയാളം വാക്കും ഇംഗ്ലീഷ് വാക്കും തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മലയാളം വേർഡ്സ് ആൻഡ് ഇംഗ്ലീഷ് വേർഡ്സ്? ഇഫ് യു സേ അമ്മേ നന്ദി കേട്ടോ, ആ ഒരു ഇംപ്രഷൻ അല്ല. അമ്മ താങ്ക്സ് അമ്മ എന്ന് പറയുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, റിത്തമുണ്ട്. ആ റിത്തം എന്തിൻ്റെയാണ്? ദാറ്റ് റിത്തം ഈസ് കമ്മിങ് ഫ്രം അവർ ഹാർട്ട്, ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ലവ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? ഇപ്പം ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷകൾ. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇപ്പം ഞാൻ എത്ര വാക്കുകൾ പറഞ്ഞു? റിത്തം പറഞ്ഞു, ലവ് പറഞ്ഞു, അഫെയർ പറഞ്ഞു, അഫെക്ഷൻ പറഞ്ഞു, മോമിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, താങ്ക് യു പറഞ്ഞു. അപ്പം നമ്മൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ, അപ്പം ഇങ്ങനെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കൊണ്ടുവരൂ. സ്വാഭാവികമായിട്ടും നമുക്ക് പറഞ്ഞ് നമുക്ക് കയറി പോകാം. അപ്പം നമ്മൾ അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് ഇന്നു മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പി കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയണം? വാട്ട് യു ഷുഡ് സേ? താങ്ക് യു മേം. നമുക്ക് ഭാര്യ ഭക്ഷണം വിളമ്പി തരുമ്പോഴത്തേനും മുഖം വീർപ്പിച്ച് കഴിക്കാമോ? മോശമല്ലേ? പുള്ളിക്കാരി രാവിലെ നമ്മൾ ജോബ് കഴിഞ്ഞുകൊണ്ട് നമ്മളെ കാത്തിരുന്ന് നമുക്ക് സ്നേഹത്തോട് വിളമ്പി തരുമ്പോൾ നമ്മളുടെ ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോഴത്തേനും പറയണം താങ്ക് യുടാ. അങ്ങനെ വാക്ക് പറഞ്ഞാൽ പുള്ളിക്കാരി എത്ര ഹാപ്പിയാകും. ശരിയല്ലേ? അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ശീലിക്കുക. ഉറങ്ങാൻ പോകുമ്പോഴത്തേനും നമ്മളെല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ, ടി വി ഒക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു റൂമിലേക്ക് നമ്മൾ അവനവൻ്റെ റൂമിലേക്ക് അല്ലെങ്കിൽ അവനവൻ്റെ ബെഡിലേക്ക് പോകുമ്പോഴത്തേനും വാട്ട് യു സപ്പോസ് ടു സേ? ഗുഡ് നൈറ്റ്. Don't forget to say good night from today onwards. Don't forget to say thank you from today onwards. Okay? അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിലെ സ്റ്റുഡൻസ് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട വ്യക്തിത്വങ്ങളായിരിക്കണം. അവർക്ക് വെറുതെ ഭാഷ പഠിച്ചാൽ മാത്രം പോരാ, ആ ഭാഷ അറിഞ്ഞ് പഠിക്കണം. ആ ഭാഷ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അത് സ്നേഹത്തോടെ പഠിക്കണം. എവിടെയാണ് പ്രയോഗിക്കേണ്ടത് ആ പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ പ്രയോഗിക്കണം. നമ്മളൊരു സ്ഥലത്ത് നമ്മുടെ ഇത് മിസ്റ്റേക്ക് ഉണ്ടായാൽ നമ്മൾക്ക് ഹൃദയം തുറന്ന് നമുക്ക് ആരും ആയിക്കോട്ടെ വി ഷുഡ് സേ സോറി സർ, അല്ലെ സോറി അച്ഛ, സോറി മൈ ഫ്രണ്ട്. അങ്ങനെ പറയാനുള്ള മനസ്സന്നദ്ധത നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഭാഷ ഡെവലപ്പ് ചെയ്യുകയുള്ളൂ, അതോടൊപ്പം നമ്മളും ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു സെഗ്മെൻറ്റുമായിട്ട് നാളെ പുതിയ അധ്യായമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, ബാക്കി എന്ത് പറഞ്ഞാലും. ഓക്കെ, ദെൻ വി വിൽ മീറ്റ് ടുമോറോ വിത്ത് എ ന്യൂ സെഷൻ. താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ടൈം. താങ്ക്സ്.